ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശിവാസ് റെസിപ്പീസ്. ഇന്നത്തെ റെസിപ്പി ഓട്ടടയാണ്. ഓട്ടട അല്ലെങ്കിൽ വറുത്തട എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ റെസിപ്പി. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 2 കപ്പ് ആട്ടയാണ്, പിന്നീട് അരമുറി തേങ്ങ തിരുമിയത്, 1/4 കപ്പ് ശർക്കര ചീവിയത്, 1/4 സ്പൂൺ ഏലക്ക പൊടിച്ചത്, ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ ഉപ്പ്. നമുക്ക് അടയിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുത്തു. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കാം. നൂൽപ്പരുവൊന്നും ആകണ്ട, ജസ്റ്റ് ശർക്കരയൊന്ന് ഉരുകി കിട്ടിയാൽ മതി. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. മധുരം നല്ലപോലെ മധുരം വേണം എന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടാം. ഞാനിപ്പോൾ അധികം ഒത്തിരി അങ്ങ് മധുരമല്ല, എന്നാൽ മധുരക്കുറവുമില്ല, ആവശ്യത്തിനുള്ള മധുരമുണ്ട്. ആ ഒരു രീതിക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ മാവൊന്ന് കുഴച്ചെടുക്കാം. 2 കപ്പ് ആട്ടയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം നോക്കി ഒഴിച്ചാൽ മതി. 1.5 കപ്പ് വെള്ളം എന്ന് പറഞ്ഞിട്ട് 1.5 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിക്കരുത്. പല പൊടിക്കും പല അളവിലായിരിക്കും വെള്ളം. ചിലപ്പോൾ ചില പൊടിക്ക് 1.5 കപ്പ് വെള്ളം വേണ്ടി വരത്തില്ല. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ചൊഴിച്ച് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ ഒത്തിരി ടൈറ്റും അല്ല ഒത്തിരി ലൂസും അല്ലാത്ത രീതിയിൽ കുഴച്ചെടുക്കാം. എന്നിട്ട് വാഴയിലയിൽ അല്പം നെയ്യോ എണ്ണയോ പുരട്ടിയിട്ട് മാവിങ്ങനെ കനം കുറച്ച് പരത്തിയെടുക്കാം. ഈ സമയത്ത് ഞാൻ ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളി അടുപ്പിൽ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായി പരത്തി വരുമ്പോഴത്തേക്കിനും ഉരുളി നന്നായിട്ട് ചൂടായി കിട്ടും. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ അട അതിലേക്ക് വെച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള അടകളും പരത്തിയെടുക്കാം. എല്ലാം ഇങ്ങനെ പരത്തിയെടുത്തിട്ട് ഒരുമിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വേവെല്ലാം ഒരുപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. അല്ലെങ്കിൽ പലതും പല വേവായി പോവും. കൈയൊന്ന് ചെറുതായിട്ട് നനച്ചിട്ട് പരത്തി കൊടുത്താൽ വേഗം കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. കനം കുറച്ച് ഇത് പരത്തിയെടുക്കാവുള്ളൂ. കാരണം നമ്മളിത് ചെറു ചൂടിൽ വെച്ചിട്ട് ഉരുളിയിലിട്ട് വറുത്താണ് എടുക്കുന്നത്. അപ്പോൾ കനം കൂടിക്കഴിഞ്ഞാൽ വേവ് കറക്റ്റ് ആവില്ല. അപ്പോൾ നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അടകൾ നിരത്തി കൊടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം തീ നന്നായിട്ട് തട്ടുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. ഞാനിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കനം താഴ്വശം, ഇലയുടെ താഴ്വശം ഇതുപോലെ ഇപ്പോൾ വെച്ചിരിക്കുന്ന കൂട്ട് ചൂടിലേക്ക് തട്ടുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക. അവിടെയാണ് കനം കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വരുമ്പോൾ ഈ ഇല ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കാം. നേരത്തെ വെച്ച പോലെ തന്നെ അതിൻ്റെ താഴ്ഭാഗം നല്ല ചൂടുള്ള ഭാഗത്തേക്ക് ഇരിക്കുന്ന രീതിക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഈ താഴ്ഭാഗം, കട്ടിയുള്ള ഭാഗം ചൂട് നല്ലപോലെ തട്ടുന്ന ഭാഗത്തേക്ക് വെച്ച് കൊടുക്കണം. ഇപ്പോൾ 2 സൈഡും വെന്ത് വന്നു കഴിയുമ്പോൾ ഇല ഇങ്ങനെ വിട്ട് വരും. 2 സൈഡും വെന്ത് വരുമ്പോൾ അട ഇലയിൽ നിന്നും തന്നെ വിട്ട് വരും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു മറിച്ച് ഇട്ട് നമുക്ക് ഇതുപോലെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇല നന്നായിട്ട് അതിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. അട നന്നായിട്ട് നല്ലപോലെ
മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലപോലെ വറുത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളിയിൽ നിന്ന് മാറ്റാം, ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ വറുത്ത അടയുടെ റെസിപ്പി ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.